കണ്ണടച്ചു വെക്കണം, കണ്ണ് തുറന്നു വെക്കണം. അപ്പൊ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് മോയ്സ്ചറൈസറിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാനും നിങ്ങൾ ആരും മറന്നു പോകരുത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഓൾപ്പോ ചെയ്യില്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയി ചാനൽ വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഭാവിയിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇതാണ് മോയ്സ്ചറൈസർ. അപ്പൊ അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് പ്രൈമർ. ഓക്കെ, അപ്പോൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കളർ കറക്റ്റർ ഞാൻ കണ്ണിൻ്റെ ഇവിടെയും താടിയുടെ ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ണും താടിയും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. കളർ കറക്റ്റർ എവിടെയൊക്കെ ഇട്ടോ അവിടെയൊക്കെയാണ് കൺസീലർ ഇടാവുന്നത്. ഓക്കെ, നമുക്കിനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മതി. തയ്യൊരു പറ്റുന്നു. നമുക്കങ്ങനെ ഡോട്ടായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലുള്ള സ്പഞ്ച് വെച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ലുക്ക് ഇനി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം എൻ്റെ മോള് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഓക്കെ ആണ്. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പരിപാടി? അടുത്ത ഏത് സ്റ്റെപ്പിലോട്ട് പോകുന്നു? പുരുകം വരയ്ക്കുന്ന. ശരി, അപ്പോൾ പുരുകം വരയ്ക്കും. അപ്പൊ പുള്ളിക്കാരി പുരുകം വരയ്ക്കാൻ പോവാണ്. അയ്യോ, എന്റെ ബ്ലൈൻഡ് മേക്കപ്പിലുള്ള ജഗതി ശ്രീകുമാറിനെ പോലെ വല്ല ആവോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. ട്രൈ ചെയ്യാം. പോരായോ?
കളങ്ങള. ഓക്കെ, അതേ കളിയൊക്കെ വേണം. ഇല്ല വേണം. എനിക്കിത് അറിയില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാ സെക്കൻഡ് ടൈം അല്ലേ? അത് ബ്ലൈൻഡ് അല്ലേ? ഇത്തിരി കറുത്ത് പോയല്ലേ? സാരമില്ല, സ്പ്രെഡ് ചെയ്യണോ? ഇങ്ങോട്ട് സ്പൂലി വെച്ചിട്ടും ചെയ്തു. താഴെ അരച്ചല്ലോ. അപ്പൊ അതുപോലെ അടുത്ത വശം ചെയ്തു, ഇപ്പുറത്തെ പുരുവൻ ചെയ്തു. ബോറായല്ലേ കുറച്ച്? സാരമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറച്ച് എടുത്തു. ഇതുപോലെ ഈ പുരുവ് ഇരിക്കണം, രണ്ട് ഷേപ്പ് ആവരുത്. ഓക്കെ, അമ്മ ഇങ്ങനെ ഇരുന്ന് തരേണ്ടി. അങ്ങനെ തന്നെ ഇരിക്കുന്ന എനിക്കൊരു ഉറപ്പില്ല. ഇപ്പൊ കാണാൻ ഇതില് കാണാൻ രണ്ട് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണ പോലെ തോന്നുന്നു. അങ്ങനെ തന്നെ നേരത്തെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. അയ്യോ, ഇത് ഡാർക്ക്, അപ്പുറത്ത് ലൈറ്റ് ആയിരുന്നു. ഗൈസ്, എന്റെ പുരുവും കണ്ടു. കുഴപ്പമില്ല, കൊള്ളാല്ലേ? ഒരിത്തിരി ഭയങ്കര ബോറ്. കുഴപ്പമില്ല, വരച്ചാ ഇതുപോലെ ഇപ്പുറത്ത് നോട്ട് ഡാർക്ക് ആക്കട്ടെ. പിന്നെ അല്ലാതെ രണ്ടായിട്ടിരുന്ന മഹാ ബോറല്ലേ കാണാൻ. അത് ചെയ്തു വരുമ്പോഴായിരിക്കും ഇത് ഡാർക്ക് ആയി പോവും, ഇത് ലൈറ്റ്. പിന്നെ അങ്ങനെ കുഴപ്പമില്ലല്ലേ? രണ്ടും ഒരുപോലത്തെ ഷേപ്പ് ആയില്ലേ? ഷേപ്പും ഒരേപോലത്തെ കളറും ആയിട്ടുണ്ട്. ഞാൻ ആ സൈഡിൽ ചെയ്തില്ല. ഓക്കെ, പിന്നെ സ്പൂല് വെച്ച് ഒന്നും കൂടെ ചെയ്തെടുക്കാം. അപ്പൊ ഓക്കെ, നമ്മുടെ പുതികം അങ്ങനെ ഫിനിഷ് ആയി കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഐ മേക്കപ്പ് എനിക്ക് എന്താണ് ചെയ്തു തരാൻ പോകുന്നത്, എങ്ങനെ കൈയാണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ യെല്ലോക്ക് ഇവിടെ ബ്ലൂ ഞാൻ കുറച്ച് ബ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഭാഗത്തൊക്കെ നമുക്ക് റെഡ് ഫില്ല് ചെയ്യാം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നോട്ട് പാലറ്റ് ഉണ്ട്. ന്യൂഡിന്റെ പാലറ്റ് തന്നെ കേട്ടാ, ന്യൂഡ് കളേഴ്സ് വരുന്ന പാലറ്റ്. അതില് ഞാനിപ്പോ ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പുതിയൊരു ലുക്ക് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഓക്കെ, ഞാൻ റെഡ് എടുക്കാൻ പോവാണ്. നിറച്ചു വരുന്നത്. അയ്യോ, ഭംഗി വരണേ. ഞാൻ ഓരോ പ്രാവശ്യം എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ മുഖം തിരിച്ചു കൊടുക്കും, അവള് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ, പെട്രോൾ എന്താ നല്ല കോമ്പിനേഷൻ അല്ലേ? കുഴപ്പമില്ല, കൊള്ളാൻ പാറു. താഴെ കുറച്ചല്ലേ, നമുക്ക് തുടച്ചിടാൻ. അപ്പൊ നമ്മള് നമ്മുടെ ഐ മേക്കപ്പില് ഐ ഷാഡോ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും ബ്ലൂവും റെഡും ആണ്. കണ്ടല്ലോ? അപ്പൊ നമുക്ക് ഗ്ലിറ്റർ ചെയ്യാം. ഇതാണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്, കാരണം യെല്ലോ ഒരു ഇതേ ഉള്ളൂ, പക്ഷെ അത് ലൈറ്റ് ഗ്രീൻ ആണ്, അത്ര ഇതാവില്ല, ആ ഒരു ഭംഗി കിട്ടും ഞാൻ ഉദ്ദേശിച്ചത്ര. അപ്പൊ അതുകൊണ്ട് ഇതെടുക്കാം. ഇപ്പോഴും അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഒരു കണ്ണ് മറ്റേ പെട്രോൾ പമ്പിന്റെ പുറകിൽ ഒരു കളർ ഉണ്ടല്ലോ, റെഡും ബ്ലൂവും കൂടെ വന്നിട്ടല്ലേ പെട്രോൾ പമ്പ്. അങ്ങനെ എന്തല്ലേ, അങ്ങനെ എന്തൊരു സംഭവം, എവിടെയോ എന്തൊരു സംഭവം ഉണ്ട് അങ്ങനെ, അതുപോലെ ഇരിക്കുന്നു. ഇപ്പൊ എനിക്കൊരു ഇത് ഇതാകണ്ടല്ലോ. അയ്യോ, ഗ്ലിറ്റർ എവിടെയാണ് ഇട്ട് തരാൻ പോകുന്നത്? കണ്ണിന്റെ ഈ കോർണറിൽ എവിടെയൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞേ. അത് ഞാൻ പറയാം, വെയിറ്റ്.
എന്നുവെച്ചാ ബ്ലൂവും ഈ റെഡും ഇല്ലേ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് അങ്ങനെ ഒരു വര പോലെ വരും. അതായത് ബ്ലൂവും റെഡും കൂടെ മിക്സ് ആവുന്നത് കൊണ്ട് അത് അങ്ങനെ വരും. ആ ഭാഗത്ത് നമുക്കിവിടെ ഗ്ലിറ്റർ കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഈ കണ്ണിലും കൂടെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ണ് തുറക്കല്ലേ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കണ്ണ് തുറക്കരുത്. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്ര ഇതായിട്ട് വന്നിട്ടില്ല, കുറച്ച് യക്ഷിയെ പോലെയുണ്ട് എങ്കിലും. അപ്പൊ എന്നെ യക്ഷി മേക്കപ്പാണ് ഇപ്പൊ ചെയ്യുന്നത്. നേരത്തെ ബ്ലൈൻഡ് മേക്കപ്പ് ചെയ്തപ്പോ ഐശ്വര്യ റോയ് ആയിരുന്നു. ഇപ്പൊ എന്നെ യക്ഷി മേക്കപ്പ്, അതായത് കല്യാൺകാട്ട് നീതിയാണോ എന്തോ ആക്കാനുള്ള പ്ലാൻ എന്ന് തോന്നുന്നു. നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഈ ഡ്രസ്സ് വെച്ചിട്ട് നോക്കിയാ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തൊന്നുമില്ല. മേക്കപ്പായി. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് കാജൽ എഴുതാം. എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കോ? ഇല്ലില്ല. അങ്ങനെ രണ്ട് കണ്ണില് നമ്മള് കാജൽ എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ആയോ? ഫിനിഷ് ആയില്ല, ഐലൈനർ വരയ്ക്കണം. അപ്പൊ നമ്മള് കാജൽ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഐലൈനർ എഴുതാൻ പോവാണ്. അത് എങ്ങനെ ഇരിക്കും? ഞാൻ ഫോറിൻ ടൈപ്പ് നോക്കുകയില്ല. ഞാൻ അന്ന് ബ്ലൈൻഡ് മേക്കപ്പ് പോകാൻ നിർത്തി. ഞാൻ ഫോറിൻ ടൈപ്പ്. പുള്ളിക്കാരി നന്നായിട്ട് ഐലൈനർ എഴുതും. തനിയെ വരയ്ക്കാൻ അറിയാം. സ്കൂളിൽ പോകുമ്പോഴൊക്കെ തനിയെ വരച്ചോണ്ട് പോകാറുണ്ട്. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ വരച്ചായിരുന്നു. അങ്ങനെ ഐലൈനർ ഒരു കണ്ണില് വരച്ചു കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്കൂളിൽ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ വരയ്ക്കാറ്. കൊള്ളാം, ബാലൊക്കെ ഇട്ടിട്ടുണ്ടോ? അതൊക്കെ ഇടാറുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ കണ്ണില് വരച്ചു. അപ്പൊ നമ്മുടെ രണ്ട് കണ്ണിലും ഐലൈനർ വരച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു, അല്ല, എനിക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള മസ്കാരയാണ്. പക്ഷേ മസ്കാര ചെയ്ത് നമ്മുടെ ബ്ലൈൻഡ് മേക്കപ്പ് കിടിലമാക്കിയതുപോലെ ഇപ്പൊ ഈ മേക്കപ്പിലും അവൾ എന്നെ കിടിലമാക്കും. ഇപ്പൊ ആക്കുന്നത് കല്യാൺകാട്ട് നീലിയാണ്, മറന്നു പോകരുത്. അല്ല, ഓരോ മേക്കപ്പും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നേരത്തെ ഐശ്വര്യയുടെ മേക്കപ്പാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ പഠിക്കുന്നത് കല്യാൺകാട്ട് നീലിയുടെ മേക്കപ്പ് അല്ല. ഓക്കെ, ഞാൻ ഈ കളർ മാച്ച് ചെയ്ത് വന്നപ്പോഴല്ലേ ബോറായത്. എന്നെ പറഞ്ഞു ബോറാണോ ഫ്രണ്ട്സ്? ബോറല്ലല്ലോ, എന്തായിരുന്നാലും കൊള്ളാം. പിന്നെ അമ്മ എന്നെ കളിയാക്കുന്നില്ലേ? നിന്നെ ഏടെ ചക്കര എനിക്ക് കളിയാക്കാൻ പറ്റുള്ളൂ. എന്നാ കണ്ണടച്ചു വെക്കണോ കണ്ണ് തുറന്നു വെക്കണോ? തുറന്നു വെച്ചിട്ട് അധികം തുറക്കരുത്, കുറച്ച് തുറക്കും. ഇത്രയും മതിയോ? കുറച്ച് ഇത്രയും മതി. അന്നെങ്കിൽ അത് ഇരിക്കണം. അമ്മ കണ്ണിന് താഴെ കൊണ്ടുപോവാതെ. ഓക്കെ, അടിപൊളിയായിട്ട് ഐലാഷസ്. ഓക്കെ, അപ്പോ നമ്മള് മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഡാർക്ക് കളറാണ് കോണ്ടോർ. എനിക്ക് അറിയാനുള്ള പോലെ കോണ്ടോർ ചെയ്തിട്ട്. പക്ഷെ കോണ്ടോറിന്റെ കളറ് കുറവായത് കൊണ്ട് കറക്റ്റായിട്ട് കളർ വന്നിട്ടില്ല. എങ്കിലും എന്താ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കണ്ടോ? കാണണം. അപ്പൊ ഇനി ഇത് ബ്ലെൻഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മള് കോണ്ടോർ ചെയ്തിട്ടുണ്ട്. മൂക്ക് കണ്ടോ നല്ല ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ഹൈലൈറ്റർ എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മൂക്കിന്റെ ഈ ഭാഗം, ലിപ്സിന്റെ മേൽഭാഗം, ഈ താടിയില് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ബ്ലെൻഡ് ചെയ്യണം അല്ലേ? ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ബ്ലഷ്. നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഈ കളറാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ക്വയറിലിരിക്കുന്ന ഈ കളർ. അപ്പോൾ ഇത് ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഫുൾ ഒരു അടിപൊളി ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ
കണ്ണ് എനിക്ക് അത്ര ഇതില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മളിപ്പോ ബ്ലഷ് വരെ അപ്ലൈ ചെയ്തു. ആദ്യം നമ്മള് ഒരു പൊട്ട് എടുത്തിട്ട് വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പൊട്ട് വെക്കാനാണ് പോകുന്നത്. എന്നാ പെട്ടെന്ന് വെച്ചോ. നോക്കാം, കൊള്ളില്ലെങ്കിൽ നമ്മൾ പൊട്ട് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ എനിക്ക് അതെ, അതാ ഞാൻ പറയാൻ വന്ന. ന്യൂഡ് വേണോ? യുവർ ചോയ്സ്. മൈ ചോയ്സ്. റെഡും അല്ല, പിങ്കും അല്ല, മെറൂണും അല്ല എന്നുള്ളൊരു കളർ ഇട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റെഡ് കളർ ആണല്ലേ. സെക്കൻഡ് വൺ ഇസ് ന്യൂഡ്. നല്ല പക്ക ന്യൂഡാണ്, നമുക്ക് നല്ല ഇഷ്ടമുള്ള ഷെയ്ഡാണ്. പിന്നെ അതാ ഈ കളർ, ഒരു പിങ്കിഷ് കളർ. അപ്പൊ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ ഫൈനൽ ലുക്ക് എത്തണം എനിക്ക് പെട്ടെന്ന്. എന്നെ കള്ളിയായിട്ട് നീതിയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ ഇവിടെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഫിനിഷ് ചെയ്ത് തരണ്ടേ? അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഫിനിഷായി. നമ്മുടെ ഫൈനൽ ലുക്കില് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ തുടങ്ങിയിരിക്കുന്ന ന്യൂഡിൽ തന്നെയാണ്. ഈ റെഡ് ഞാൻ തൽക്കാലം കുറച്ച് ഒരു ഡോട്ട് ഡോട്ട് രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റെഡ് കൊള്ളാം. ഇത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് അല്ല, കളറ്. അപ്പോൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ന്യൂഡും റെഡും മിക്സ് ചെയ്ത പോലെ അത്ര ഇതായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ട്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ഇതിന് കുറച്ചെടുക്കുകയാണ്. നല്ല വൃത്തി സ്പ്രെഡ് ചെയ്തു. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കളർ. ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഐഷയുടെ തന്നെ ഇഷ്ടം ഇത്തിരി ചെറുതായിട്ടൊരു ഇതുണ്ടോ എനിക്കൊരു ഡൗട്ട്. കൊള്ളാം. പക്ഷെ ഒരു വേണ്ടി ഞാൻ ഒന്ന് കൈ വെച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. കുഴപ്പമില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ലുക്കിലെ ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതായത് ഇപ്പൊ എനിക്ക് പുരികം, കണ്ണ്, മൂക്ക്, അങ്ങനെ കുറെ അവള് ചെയ്തല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.